ഹായ്. ഇന്ന് നമ്മള് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത് ജെമിനി സിഎൽഐയിലെ ബാക്കി ടൂൾസിനെ കുറിച്ചാണ്. ഏതൊക്കെ ടൂൾസാണ് നമുക്കിനി ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ളത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂള്, അതായത് ജെമിനി സിഎൽഐയുടെ ഷെൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി. അതിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സ്പെസിഫിക് യൂസ് കേസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ജെമിനി സിഎൽഐ എങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം. ആൻഡ് എന്താണ് ജെമിനി സിഎൽഐ എന്ന് അറിയില്ലെങ്കിൽ അതൊരു ടെർമിനൽ ബേസ്ഡ്, നമ്മുടെ കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിലെ ടെർമിനൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു AI ഏജന്റ് ആണ്. നമ്മുടെ സിസ്റ്റത്തിലെ നമ്മൾ മാനുവലായിട്ട് ഒരു ടെർമിനലിൽ വെച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെർമിനൽ വെച്ചിട്ടല്ല, നമ്മളല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെമിനി സിഎൽഐ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കലി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു AI ഏജന്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജെമിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഏത് ഫോൾഡറിലാണോ നിങ്ങൾക്ക് ജെമിനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഏത് ഫോൾഡറിലെ ഫയൽസ് ആണോ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്, ആ ഫോൾഡറിൽ ആ ഡയറക്ടറിയിൽ അല്ലെങ്കിൽ ആ ഫോൾഡറിൽ ചെന്ന ശേഷം ജെമിനി ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ, അതായത് എൻ്റെ ഡെസ്ക്ടോപ്പ് ഫയലിലാണുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ യൂസർ പ്രൊഫൈലാണുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. ബേസിക് ആയിട്ടുള്ളൊരു ടെർമിനൽ കമാൻഡ് ഞാൻ അടിക്കുന്നു, CD ഡെസ്ക്ടോപ്പ്. അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ ഏതൊക്കെ ഫയൽസ് ആണ് ഉള്ളത് എന്നറിയാൻ വേണ്ടി ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ജെമിനി CLI എന്നൊരു ഫയൽ, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ഫോൾഡറിലേക്ക് പോകുന്നു. CD ജെമിനി CLI എന്നൊരു ഫോൾഡറിലേക്ക് പോകുന്നു. ആ ഒരു ഫോൾഡറിലേക്ക് എത്തി. ആ ഒരു ഫോൾഡറിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫയൽസ് ആണ് ഉള്ളത് എന്നറിയണമെങ്കിൽ ലിസ്റ്റ് LS എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഫോൾഡേഴ്സിൻ്റെയും ഫയൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഫോൾഡറിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജെമിനി ഓപ്പൺ ചെയ്യുന്നു. ജെമിനി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ജെമിനി എന്ന് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ടെർമിനലിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ജെമിനി ഓപ്പൺ ചെയ്ത് വരും. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യമായിട്ടാണ് ജെമിനി യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളിത് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ജെമിനി ഓപ്പൺ ആയിട്ട് വന്നു. സോ എന്ത് വേണമെങ്കിലും നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, ആദ്യം ഞാൻ ചോദിക്കുന്നു, ഫൈൻഡ് എ CSV ഫയൽ ദാറ്റ് എക്സ്പ്ലെയിൻസ് എംപ്ലോയി ഡീറ്റെയിൽസ്. അതായത് ഒരു ഇമാജിനറി കമ്പനിയുടെ എംപ്ലോയി ഡീറ്റെയിൽസ് ഉള്ള ഒരു CSV ഫയൽ, അല്ലെങ്കിൽ ഒരു എക്സൽ ഫയൽ എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഈ ജെമിനി CLI എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനുള്ളിലുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്ത് ചെയ്തു? ഓൾറെഡി ഫൈൻഡ് ഫയൽസ് എന്നൊരു ടൂൾ ഉപയോഗിച്ച് ഈ CSV ഫയൽ ജെമിനി CLI കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഒരു ഫയലിനുള്ളിൽ, ഇതൊരു CSV ഫയലാണ്, ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു എംപ്ലോയി ഷീറ്റ് ആണ്. അതായത് എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെന്റ്, ജോബ് റോൾ, ബേസ് സാലറി, ബോണസ്, ടോട്ടൽ കോമ്പൻസേഷൻ, ഇനി ജോയിനിങ് ഡേറ്റ്, ഇമെയിൽ, ഫോൺ നമ്പർ, അഡ്രസ്, വാട്ട് എവർ ദ തിങ്. ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഒരു കമ്പനിയിൽ ഉള്ള എംപ്ലോയീസിൻ്റെ ഒരു 200 എംപ്ലോയീസിൻ്റെ തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഷീറ്റാണ്. ഞാൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് എനിക്ക് ഈ ഒരു CSV ഫയൽ, നമ്മൾ സാധാരണ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ എക്സൽ ഫയൽസിൽ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫയലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെമിനി CLI ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഷെൽ കമാൻഡ്സ്, അല്ലെങ്കിൽ ഷെൽ ഉപയോഗിച്ച് പൈത്തൺ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഫൈൻഡ് ദ പേഴ്സൺ ഹു റിസീവ് എ ഹയസ്റ്റ് ബേസ് സാലറി. അതായത് ബേസ് സാലറി ഏറ്റവും അധികം കിട്ടുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. യു ക്യാൻ ക്രിയേറ്റ്, ഞാൻ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പറയുന്നു ഷെൽ കമാൻഡ്സ് ഉപയോഗിച്ചിട്ട്. കാരണം എളുപ്പവും, അല്ലെങ്കിൽ ജെമിനി തന്നെ അത് എന്ത് ചെയ്യണം? ഇന്റലിജൻസ് ഉപയോഗിച്ച് തിങ്ക് ചെയ്ത്, ഞാനൊരു ഷെൽ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന് പൈത്തൺ വേണമെന്നൊക്കെ ആലോചിച്ച് ചെയ്യും. പക്ഷെ ഞാൻ ഡയറക്റ്റ് പറയുന്നു, സമയം ലാഭിക്കാൻ വേണ്ടി, യു ക്യാൻ യൂസ് പൈത്തൺ ആൻഡ് ഷെൽ കമാൻഡ്സ്. എന്ത് ചെയ്യുന്നു? ഇപ്പം എന്താണ് ജെമിനി CLI ചെയ്യാൻ പോകുന്നത്? ആദ്യം തന്നെ ഈ പറഞ്ഞ ഫയൽ, അതായത് ഈ പറഞ്ഞ CSV ഫയൽ റീഡ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, റീഡ് ഫയൽ എന്ന ടൂൾ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുന്നു? ആ ഫയൽ റീഡ് ചെയ്ത ശേഷം മാക്സിമം സാലറിയുള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്കറിയാം, പൈത്തണൊക്കെ കുറച്ച് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, നമുക്ക് വലിയ ഡാറ്റാ സെറ്റ്സിൽ നിന്ന് ഇൻസൈറ്റ്സ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമറൈസേഷൻ, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ മാനുവലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു 200 എംപ്ലോയീസിലെ 200 റോസുള്ള ഒരു എക്സൽ ഷീറ്റിൽ നിന്ന് ഒരു ഒരു ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ഇറ്റ് സ്റ്റിൽ നീഡ്സ് ടൈം. അതിന് സമയം വേണം. അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ അതിനേക്കാളും സമയം വേണം. ഇനി കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? ഫോർമുലാസ് യൂസ് ചെയ്യണം. ഇത് ഓരോ റോസിലും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ റോസിലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. മാനുവലായിട്ട് ചെയ്യുമ്പോൾ തെറ്റുകൾ വരാം, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൈത്തൺ ഷെൽ കമാൻഡ്സ് ഉപയോഗിച്ചിട്ട്
എളുപ്പമാക്കാൻ പറ്റും. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് എന്തറിയണം? പൈത്തൺ അറിയണം. സോ പൈത്തൺ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? സോ ഷെൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ജെമിനി CLI ഉപയോഗിക്കാം. ജെമിനി CLI നമ്മുടെ പ്രോംപ്റ്റ് വായിച്ച ശേഷം അതിന് വേണ്ട സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പൈത്തൺ ഫയൽ സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുകയും അത് ഷെൽ കമാൻഡ്സ് വഴി എക്സിക്യൂട്ട് ചെയ്യുകയും നമുക്ക് റിസൾട്ട് തരികയും ചെയ്യും. അതാണ് നമ്മളിവിടെ കാണുന്നത്. സോ നമുക്കിവിടെ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ എക്സിക്യൂഷൻ നമ്മളോട് അനുവാദം ചോദിച്ചിരിക്കുകയാണ്. സോ നമ്മൾ എലോ കൊടുക്കുന്നു. സോ എന്ത് ചെയ്യുന്നു? കോഡ് എക്സിക്യൂഷൻ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് കുറച്ച് സമയമെടുക്കും. അത് തന്നെ ഓട്ടോമാറ്റിക്കലി എറേഴ്സൊക്കെ എന്ത് ചെയ്യും? ബഗ്സും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ സോൾവ് ചെയ്യും. സ്ക്രിപ്റ്റ് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സ്ക്രിപ്റ്റ് ഫെയിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എറർ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും? പാണ്ടാസ് എന്ന മൊഡ്യൂള് ആണ് ശരിക്കും ഡാറ്റ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഷെൽ കമാൻഡ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ആൻ AI ഏജന്റ്. ഇതെന്താ ഒരു റീസണിങ് മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു AI ഏജന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക? നമ്മൾ ഓരോ പ്രാവശ്യവും പ്രോംപ്റ്റ് കൊടുക്കുക, എന്നിട്ട് തെറ്റായൊരു റെസ്പോൺസ് വരുമ്പം അല്ലെങ്കിൽ ഒരു എറർ വരുമ്പം നമ്മൾ പിന്നെയും പ്രോംപ്റ്റ് കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? എറർ വന്നാലും ഇനി വിചാരിച്ച റെസ്പോൺസ് കിട്ടിയില്ലെങ്കിലും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലല്ല റെസ്പോൺസ് വരുന്നതെങ്കിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു ലൂപ്പിൽ കൂടി സക്സസ്ഫുൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് വരെ ഒരു ലൂപ്പിൽ കൂടി എന്ത് ചെയ്യും? ഈ ഒരു AI ഏജന്റ് കടന്നു പോവുകയും അങ്ങനെ നമുക്ക് അവസാനം കൃത്യമായ ഉത്തരം തരികയും ചെയ്യും. ദാറ്റ്സ് ഹൗ ആൻ AI ഏജന്റ് വർക്ക്സ്. സോ നമുക്ക് ഉത്തരം കിട്ടി. അലക്സാണ്ടർ റിച്ചാർഡ്സ് എന്ന ഉത്തരം ഇവിടെ നമ്മുടെ AI ഏജന്റ് വന്നിട്ടാണ്. സോ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. അലക്സാണ്ടർ റിച്ചാർഡ്സ് ഇസ് ദ ഹയസ്റ്റ് സാലറി. സോ അലക്സാണ്ടർ റിച്ചാർഡ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ പോയിട്ട് 200 പേരുള്ള ഫയലാണ്. സോ ഐ ഡോണ്ട് നോ വി ക്യാൻ ഫൈൻഡ് അലക്സാണ്ടർ റിച്ചാർഡ്സ്. ഓക്കെ, വാട്ട് ഈസ് നമുക്ക് എംപ്ലോയി ID ചോദിക്കാം. നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ടെർമിനലിൽ പോയിട്ട് വാട്ട് ഈസ് ഹിസ് എംപ്ലോയി ID എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എംപ്ലോയി ID നമ്പർ. ഈ വ്യക്തിയുടെ എംപ്ലോയി ID നമ്പർ എന്താണെന്ന് ചോദിക്കുന്നു. സോ ഞാൻ ഓൾറെഡി എൻ്റെ എക്സൽ ഫയൽ നോക്കിയിട്ട് കിട്ടണില്ല. സോ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു പൈത്തൺ ഫയൽ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു. 50 ആണെന്ന് പറയുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 50ാമത്തെ 50 ഹിസ് ദിസ് അലക്സാണ്ടർ. ഇതാണ് ഈ പറഞ്ഞ വ്യക്തി. ഓക്കെ, 1 മിനിറ്റ് ഞാൻ എഡിറ്റിംഗ് എനേബിൾ ചെയ്തോട്ടെ. ഓക്കെ, സോ ഇതാണ് ആര്? അലക്സാണ്ടർ റിച്ചാർഡ്സ്. സോ ഇയാൾക്കാണ് ഏറ്റവും അധികം ബേസ് സാലറി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണ്. 1,40,49,932. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മാക്സ് ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ച് ഇത് എക്സൽ ഫയലിൽ തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് ടെർമിനലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഹു റിസീവ്സ് ഹയസ്റ്റ് ബോണസ്? അത് ഏറ്റവും അധികം ബോണസ് കിട്ടുന്ന ആരാണെന്ന് ചോദിക്കുന്നു. അതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ബട്ട് ഒരു പ്രാവശ്യം ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വളരെ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് റെസ്പോൺസ് ഉണ്ട്. പേജ് സാന്റോസ് ആണെന്ന് പറയുന്നു. സോ ഞാൻ പിന്നെ ചോദിക്കുന്നു വാട്ട് ഈസ് ഹിസ് ID എന്താണെന്ന് ഞാനിവിടെ ചോദിക്കുന്നു. അഗെയിൻ പാണ്ടാസ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡ് ആണ്, ഇമ്പോർട്ടഡ് ആണ് പൈത്തൺ സ്ക്രിപ്റ്റ്. സോ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് എന്ത് ചെയ്യും? പൈത്തൺ സ്ക്രിപ്റ്റ് മാറ്റും. 145 ആണ് ഈ പറഞ്ഞ വ്യക്തിയുടെ 145. So 145 എത്തുമ്പോൾ we can see that Page Santos with a bonus. Look at that. 29,992 ബോണസ് ഉള്ള ഒരാളെ കാണാൻ പറ്റും. ഇനി ഞാൻ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. ഓക്കെ, ഐ പ്ലാൻ ടു ഗിവ് ആൻ അഡീഷണൽ കോമ്പൻസേഷൻ. To 100 employees who has a current base salary less than maybe 1 lakh. First find whether how many people we have below this limit. അതായത് ഈ 1,00,000-ൽ താഴെ ശമ്പളം കിട്ടുന്ന എത്ര ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം നോക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു അഡീഷണൽ കോമ്പൻസേഷൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. സോ എന്ത് ചെയ്യുന്നു? ഓൾറെഡി പിന്നെയും പൈത്തൺ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. 150 ആളുകളുണ്ട്. സോ ഞാൻ 100 ആൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു ഐ ഹാഡ് ലൈക്ക് 1 million ഫോർ ദിസ്. 1 മില്യൺ രൂപയോ ഡോളേഴ്സോ ആണ് എനിക്ക് വേണ്ടിയുള്ളത്. ഐ റിയലി ലൈക്ക് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ബേസ്ഡ് ഓൺ their പെർഫോമൻസ്. ഞാൻ അതിൻ്റെ പാരാമീറ്റേഴ്സ് പറയാം. പെർഫോമൻസ് ഞാൻ കണക്കിലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെലവൻസ് ഓഫ് ദെയർ ഡിപ്പാർട്ട്മെൻറ്റ്,
relevance of their job role and department. So ഞാൻ പറയണ consider that we are a e-commerce company. ഒരു e-commerce കമ്പനിയാണ് എൻ്റെ എന്ന് വിചാരിക്കുക. കമ്പനി പെർഫോമൻസ്, പിന്നെ അടുത്തൊരു പാരാമീറ്റർ നമ്മൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കുവാണ്. വേറെ പാരാമീറ്റർ എക്സ്പീരിയൻസ്, അതായത് എക്സ്പീരിയൻസ്. ഇനി വേറെ എന്ത് പാരാമീറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്? ലൈക്ക് ഇത്രയും പാരാമീറ്ററേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറയാണ് ഇത്രയും കാര്യങ്ങൾ വെച്ചു. സോ ഞാൻ പ്ലീസ് പ്രപ്പോസ് എ പ്ലാൻ ഫോർ ദി. സോ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതായത് ഞാൻ അഡീഷണൽ ആയിട്ട് എൻ്റെ കമ്പനിയിൽ 200 എംപ്ലോയീസിൽ 1,00,000 താഴെ ശമ്പളം വാങ്ങുന്ന, സാലറി വാങ്ങുന്ന ആളുകൾക്ക് ഒരു 1 മില്യൺ റുപ്പീസ് ഓർ ഡോളേഴ്സ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് കോമ്പൻസേഷൻ ആയിട്ട് അടുത്ത മാസം. അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ അവരുടെ പെർഫോമൻസും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സോ ഞാനൊരു പ്ലാൻ അതിന് വേണ്ടി പറയാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്കോറിംഗ് ആണ്. ആദ്യം ഒരു നല്ലൊരു സ്കോറിംഗ് സിസ്റ്റം റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു പറയുന്നു. സോ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടി ഒരു പെർഫോമൻസ് റേറ്റിംഗ് അതിൻ്റെ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നു, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു, ഔട്ട്പുട്ട് എടുക്കുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അവർ പറയുന്നു പുതിയൊരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ്. സോ ദിസ് ഈസ് ആക്ച്വലി ഇത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻ റൗണ്ട്സും മീറ്റിംഗ്സ് ഒക്കെ വേണ്ടി വരുന്ന ഒരു ടാസ്ക് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ CSV ഫയൽ. ഇഫ് വി ആർ ടേക്കിംഗ് ഇതുപോലത്തെ ഒരു ആക്ഷൻ നമ്മൾ എടുക്കുന്നത്, ഒരു അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കാര്യം ചെയ്യുന്നത്, അത് പുതിയൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നതായിക്കോട്ടെ, ഇനിയിപ്പോൾ സാലറി കുറയ്ക്കുന്നതായിക്കോട്ടെ, അല്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഫയർ ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ എടുക്കുന്ന തീരുമാനം ബേസ്ഡ് ഓൺ നമ്പേഴ്സ് ആണ്. അതായത് നമ്പേഴ്സ് എന്ന് പറയാം, ഐ മീൻ ബേസ്ഡ് ഓൺ വാട്ട് ദെയർ പെർഫോമൻസ് ഈസ്, വാട്ട് ദെയർ കറന്റ് സാലറീസ് ഓർ വാട്ട് ഈസ് ദെയർ എക്സ്പീരിയൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ വളരെ ക്വാണ്ടിഫൈ ചെയ്ത് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് തീരുമാനം എടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത് എന്തായിരിക്കും, ഒരു AI ഏജന്റ് ഉപയോഗിക്കുന്നതായിരിക്കും. കാരണം എന്താണ്, AI ഏജന്റിന് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ വ്യക്തികൾക്ക് അനുകൂലമായിട്ടൊരു ബയാസ് ഉണ്ടാവില്ല, പിന്നെ ആക്യുറസിയിൽ പ്രശ്നം വരില്ല, കണക്കുകൂട്ടലിൽ തെറ്റ് വരില്ല. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ ഈ പറഞ്ഞ പ്രോസസ് വളരെ ക്വിക്ക് ആക്കാനും ഈസി ആക്കാനും പറ്റും. സോ ഓൾറെഡി എന്ത് ചെയ്തു, ഈ പറഞ്ഞ CSV ഫയൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നൗ ഡിസ്ട്രിബ്യൂട്ട് 1 മില്യൺ and show me how it is going to each one. എന്ത് ചെയ്യുന്നു, ഈ 1 മില്യൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും എത്രയാണ് കൊടുത്തത് എന്നത് എനിക്ക് കാണിച്ചു തരാൻ പറയുന്നു, അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാണിച്ചു തരാൻ പറയുന്നു. സോ ഫയൽ റീഡ് ചെയ്തു. ഓൾറെഡി ഒരു CSV ഫയൽ അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫയൽ റീഡ് ചെയ്തു. സോ ഓക്കെ, ഈ പറഞ്ഞ കോമ്പൻസേഷൻ .plan.csv എന്ന ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, യു ക്യാൻ സീ ദാറ്റ് കോമ്പൻസേഷൻ പ്ലാൻ. ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ അഡീഷണൽ കോമ്പൻസേഷൻ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ബേസ്ഡ് ഓൺ ദാറ്റ്, who receives highest compensation and lowest? Explain the reason. അതിൻ്റെ റീസണും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാണ്. അതായത് ആ ഒരു നമ്മൾ ഓൾറെഡി 1 മില്യൺ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു CSV ഫയൽ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ലൈക്ക് ഇതിൻ്റെ ഐ മീൻ ഏറ്റവും അധികം കോമ്പൻസേഷൻ കിട്ടിയത് ആർക്കാണ്, അതുപോലെ ഏറ്റവും കുറവ് കോമ്പൻസേഷൻ കിട്ടിയത് ആർക്കാണ് എന്നുള്ള കാര്യം ചോദിക്കുന്നത്. സോ ഗബ്രിയൽ ക്രൂസിനാണ് ഏറ്റവും അധികം കോമ്പൻസേഷൻ കിട്ടിയത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടോട്ടൽ സ്കോർ ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പീരിയൻസ് പെർഫോമൻസ് അതാണ്. ഇനി ഏറ്റവും കുറവ് കിട്ടിയത് ആർക്കാണ്, ഷെയ്ൻ ഹാർട്ട്മാൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഓക്കെ, എംപ്ലോയി IDസും കൂടി നമുക്ക് ചോദിക്കാം, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദെയർ എംപ്ലോയി IDs? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ചോദ്യം ചോദിക്കാൻ പറ്റും, അത് സിമ്പിൾ ആയിക്കോട്ടെ കോംപ്ലക്സ് ആയിട്ട്. സോ എംപ്ലോയി IDs ചോദിക്കുമ്പോൾ എന്താ, ഗബ്രിയൽ ക്രൂസിന് എംപ്ലോയി ID 111ഉം ഷെയ്ൻ ഹാർട്ട്മാൻ്റെ 15ഉമാണ്. സോ 15ാമത്തെ എംപ്ലോയി ID ഓക്കെ 111. ഓക്കെ, ഇവിടുത്തെ ഓൾറെഡി ഉണ്ട്. അതേപോലെ 15 എംപ്ലോയി ID ഉള്ളതാരാണ്, വെയിറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഈ പറഞ്ഞ ലോസ് കോമ്പൻസേഷൻ കിട്ടിയ ആളുണ്ട്. ഇനി എനിക്ക് ഈ ഫയലിനുള്ളിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന 2 CSV ഫയൽ ഉണ്ടല്ലോ, അതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഓക്കെ, നൗ who receives
a highest compensation after this change to company. ഈ ഒരു ചേഞ്ചിന് ശേഷം കമ്പനിയിൽ ഏറ്റവും അധികം ഹയസ്റ്റ് കോമ്പൻസേഷൻ, ഐ മീൻ ഇൻക്ലൂഡിങ് ബേസ് സാലറി. ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന ബേസ് സാലറിയും ബോണസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആർക്കാണ് ഏറ്റവും അധികം സാലറി കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ തന്നിരിക്കുന്ന 2 ഫയലും റീഡ് ചെയ്ത ശേഷം അതിലത്തെ ഡാറ്റയെ കമ്പയർ ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ഉത്തരം നമുക്ക് എന്ത് ചെയ്യും, തരും. യു ക്യാൻ സീ ദാറ്റ്. സോ അഗെയിൻ വി ക്യാൻ സീ ദാറ്റ് ജെന്നിഫർ ജെയിംസിനാണ് ഇപ്പോൾ ഏറ്റവും അധികം സാലറി കിട്ടുന്നത്. ഐ ഐഡന്റിഫൈഡ് ദ ജെന്നിഫർ ജെയിംസ് ഹയസ്റ്റ് കോമ്പൻസേറ്റഡ് എംപ്ലോയി. ബിക്കോസ് ആ വ്യക്തിക്ക് ടോട്ടൽ കോമ്പൻസേഷൻ കിട്ടുന്ന എത്രയാണ്, 1,74,385, അതായത് 1,46,962 ബേസ് പ്ലസ് 27,423 ബോണസ്. സിൻസ് ഹെർ ബേസ് സാലറി എക്സീഡ്സ് 1,00,000, ഷീ വാസ് എലിജിബിൾ ഫോർ ദി ആൻഡ് റിസീവ് നോ അഡീഷണൽ കോമ്പൻസേഷൻ. ഷീസ് റൈറ്റ്, ഐ മീൻ ഹീസ് റൈറ്റ്, സോറി, ഐ മീൻ എ ഏജന്റ് കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇവിടെ 1,49,932 സോ ജെന്നിഫർ ജെയിംസിന് എന്താണ് വന്നിരിക്കുന്നത്, 1,24,385 ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് എ ന്യൂ CSV ഫയൽ റിഫ്ലക്റ്റിംഗ് ഓൾ ദീസ് ചേഞ്ചസ്. ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പുതിയൊരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. സോ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ജെമിനി CLI ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, നമുക്ക് കാണാൻ പറ്റും. സോ ഇമാജിനറി എംപ്ലോയീസ് അപ്ഡേറ്റഡ് സീസ് എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഉള്ള CSV ഫയൽ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നു, യാ സോറി, ദിസ് ഈസ് ദ ഫയൽ, ഇതാണ് അപ്ഡേറ്റഡ് CSV എന്ന് പറഞ്ഞ ഫയൽ, ഇതാണ്. സോറി, യാ. സോ അഡീഷണൽ കോമ്പൻസേഷനും ന്യൂ കോമ്പൻസേഷനും നമുക്കിവിടെ എന്ത് ചെയ്യും, കാണാൻ പറ്റും. ഓക്കെ, അഡീഷണൽ കോമ്പൻസേഷൻ എത്രയാണ്, അതുപോലെ പുതിയ കോമ്പൻസേഷൻ എത്രയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായി, നമുക്ക് എക്സൽ ഫയൽസ്, നമുക്ക് ജെമിനി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സൽ ഫയൽസ് അല്ലെങ്കിൽ CSV ഫയൽസ് നമുക്ക് മാനുവലായിട്ട് നമ്മൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെക്ഷൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 2-3 പ്രാവശ്യം എനിക്ക് തന്നെ മിസ്റ്റേക്ക് പറ്റി, എനിക്ക് തന്നെ സംശയം വന്നു ഇത് ചെയ്യണത് ശരിയാണോ എന്ന്. പക്ഷേ എന്ത് ചെയ്യുന്നു, നമുക്ക് ഏജന്റിന് തെറ്റ് പറ്റിയാൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി ചോദിച്ചു കഴിയുമ്പോൾ ഏജന്റ് അതേ ഉത്തരം തരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ജെമിനി CLIയുടെ ബാക്കപ്പ് ഏജന്റ്, ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മോഡൽ ഏതാണ്, ജെമിനി 2.5 Pro ആണ്. ഇത് വളരെ ഇന്റലിജന്റ് ആണ്. കൂടാതെ പൈത്തൺ ഡാറ്റ അനാലിസിസിന് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കും കൂടിയാണ്. സോ പാണ്ടാസ് എന്ന ഫ്രെയിം വർക്ക് പൈത്തണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് ഷെൽ കമാൻഡ്സ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര റിലയബിൾ ആണ്. സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എന്താ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള CSV ഫയൽസ് മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ ബേസ് ചെയ്ത് അതിൽ നിന്ന് കാര്യങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യാനും അതിനെ ബേസ് ചെയ്ത് പുതിയ CSV ഫയൽസ് ഉണ്ടാക്കാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ജെമിനി CLI എന്ന ടെർമിനൽ ബേസ്ഡ് AI ഏജന്റ് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോകളിലൊക്കെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള യൂസ് കേസസ് പറയുന്നതായിരിക്കും. സോ ബൈ.